നമസ്കാരം. മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി പൂർണ്ണമായി കാർഡ്സിന് നൽകുക. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ നിലവിലെ എനർജി എന്താണ്? പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ നിലവിലെ എനർജി എന്താണ്? ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് കൃത്യമായ വ്യക്തതയോടുകൂടി മുന്നോട്ട് പോകണം. നിങ്ങൾ അന്യദേശത്തേക്കോ മറ്റൊരു സ്ഥലത്തേക്കോ മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നു. ഏത് കാര്യവും ആത്മവിശ്വാസത്തോടുകൂടി നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, ജീവിതത്തിലെ ഏത് പ്രതികൂല സാഹചര്യം തന്നെ ആണെങ്കിലും നിങ്ങൾ മനക്കരുത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതൊരു പവർ എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇത്രയും നാൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റുള്ളവരുടെ സഹായത്തിനും കരുണയ്ക്കും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ എനർജിയെ നിങ്ങൾ വേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായി തീരുമാനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുവാൻ ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ള ഒരു എനർജി നിലവിൽ കാണുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നന്മകൾ എന്താണെന്ന് നോക്കാം. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. എന്ത് നന്മയാണ് കടന്നു വരുന്നത്? ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കാണിച്ചു നൽകുക. എന്ത് നന്മയാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്? ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് ടെമ്പറൻസ്, 9 ഓഫ് കോയിൻ, ക്യൂൻ ഓഫ് വാണ്ട്. ഓക്കെ, അധികാരം നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ഒരു സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായി കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു അതിൻ്റെ മൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ലക്ഷറി ലൈഫ് ജീവിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നുണ്ട്. ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ടെമ്പറൻസിൻ്റെ കാർഡ് നിങ്ങളുടെ മാനസികാവസ്ഥ വളരെ സുഗമമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ബോധ മനസ്സും ഉപബോധ മനസ്സും ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺഫ്ലിക്റ്റിലൂടെയാണ് കടന്നു പോയിരിക്കുന്നതെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുവാനും നിങ്ങളുടെ തേടൈ ചക്ര, ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്നതായും ഏത് പ്രതിസന്ധിയിലായിരുന്നോ ആ പ്രതിസന്ധിക്ക് മുന്നിൽ നിങ്ങൾക്കൊരു വഴി തെളിയുന്നതായിട്ടും ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ടും ഒക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ജീവിതത്തിൻ്റെ ഒരു ബാലൻസിങ് എനർജിയാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല ഒരു ഫെമിനാൻ എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായി കാണുന്നുണ്ട്. ഫെമിനാൻ എനർജി എന്ന് പറയുമ്പം മറ്റുള്ളവരോട് സ്നേഹം, കരുണ ഇത് കാണിച്ചുകൊണ്ട്, ഇതിപ്പോൾ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഒരു ഫെമിനാൻ, ഒരു മദറിങ് നേച്ചറോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മറ്റുള്ളവരെ സഹായിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കി നിങ്ങൾക്ക് അവർക്ക് ഹീലിംഗ് കൊടുക്കുവാനും ഒക്കെ കഴിയുന്ന ഒരു വ്യക്തിയായി മാറുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത്. നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന നെഗറ്റീവ് കാര്യം എന്താണ്? എന്താണ് നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന നെഗറ്റീവ് കാര്യം? ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തെ തിരഞ്ഞെടുക്കുവാനും അതിനുവേണ്ടി പ്രപഞ്ചത്തിൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഫോക്കസ് പലപ്പോഴും പല രീതിയിലായി ഛിന്ന ഭിന്നമായി പോകുന്നു. അഫർമേഷൻ ആണെങ്കിലും ലക്ഷ്യത്തെ ആണെങ്കിലും പലപ്പോഴും നിങ്ങൾക്കതിനെ മാറ്റേണ്ടി വരുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഊർജ്ജത്തെ ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുവാനോ പ്രപഞ്ചത്തിൻ്റെ ഒരു ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാത്തിരിക്കുവാനോ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം എന്നുള്ളൊരു ചിന്ത കാരണം നിങ്ങൾക്ക് വിശ്വാസം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ പ്രപഞ്ചത്തിലായിരിക്കാം, ചില വ്യക്തികളിലായിരിക്കാം. അവനവനിൽ തന്നെയുള്ള ഒരു വിശ്വാസം ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പം നിങ്ങളിലുള്ള നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിൻ്റെ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അമിതമായിട്ടുള്ള ചിന്തകൾ, അമിതമായിട്ടുള്ള വേഗത, പെട്ടെന്ന് ലൈഫിൽ ചില കാര്യങ്ങൾ സാധിക്കണം എന്നുള്ള നിർബന്ധം, ഇതെല്ലാം നമ്മൾ മാറ്റിവെക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക, അതിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നാണ് പ്രപഞ്ചം പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ലൈഫിനെ നമുക്ക് സക്സസ് ആക്കി മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ജീവിതം എപ്പോഴും ഒരു
പോസിറ്റീവായിട്ട് നിൽക്കണമെന്നില്ല. പോസിറ്റീവ് നെഗറ്റീവ് എനർജികളുടെ ഇടയിലൂടെ തന്നെയാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ പോസിറ്റീവ് വരുന്ന സമയത്ത് നമ്മൾ അധികം സന്തോഷിക്കുവാനും നെഗറ്റീവ് വരുന്ന സമയം ഇതെൻ്റെ അവസാനമാണ്, എനിക്കിനി രക്ഷയില്ല എന്ന് വിചാരിച്ച് നിരാശയിൽ പോകുവാനും സാധിക്കാതെ നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് എന്ന് പ്രപഞ്ചം ഈ കാർഡ്സിലൂടെ നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താണ്? ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷനുമായി ബന്ധപ്പെടുത്തി യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താണ്? ഓക്കെ, നിങ്ങൾ ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താണ്? ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തിക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഓക്കെ, ഇവിടെ 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും. നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും. 6 നമ്പറാണ് വന്നിരിക്കുന്നത്, ശുക്രൻ്റെ എനർജി. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ പഴയ സുഹൃത്തിനെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില വ്യക്തികളോ സാഹചര്യങ്ങളോ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതൊരു ജോലിയായിരിക്കാം, സാമ്പത്തിക സിറ്റുവേഷൻ ആയിരിക്കാം. ആ കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ യാത്രയാണ് ഇവിടെ കാണിക്കുന്നത്. വശങ്ങളെയുമാണ്. ഇത് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം കഠിനമായി അതിനെ തന്നെ വിശ്വസിക്കുകയും അത് തന്നെ നേടിയെടുക്കുമെന്നുള്ള നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമായി തീരുമെന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ജീവിതത്തിൻ്റെ ഒരു വശത്ത് നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ ഫേസ് ചെയ്യുമെങ്കിലും ജീവിതത്തിൻ്റെ പിന്നീട് നല്ല ഒരു സമയത്തിന് നമ്മുടെ പൂർണ്ണചന്ദ്രൻ്റെ ഒരു എനർജിയിലേക്ക് നമ്മൾ മാറിത്തീരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ വിചാരിക്കുമോ അന്ധകാരം മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഉള്ളതെന്ന്. പക്ഷേ അത് പതുക്കെ പതുക്കെ അത് മാറി നമ്മളുടെ ജീവിതത്തിൽ പൂർണ്ണ ഒരു പൗർണമി ജീവിതം നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കും എന്നുള്ളത് തന്നെയാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ രണ്ടാമത്തെ കാർഡാണ് സെലക്ട് ചെയ്തതെങ്കിൽ പ്രപഞ്ചം നിങ്ങളോട് പറയുന്ന മെസ്സേജ് ഇവിടെ 3 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം വളരെ വിഷാദിച്ചിരിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, വളരെ പെയിൻഫുൾ. മറ്റുള്ള വ്യക്തികളുടെ ചിന്തകളോ വാക്കുകളോ പ്രവർത്തനങ്ങളോ കാരണം തേർഡ് പാർട്ടീസിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. ചില വ്യക്തികളുടെ ചിന്തകളോ പ്രവൃത്തികളോ കാരണം നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പ്രപഞ്ചം പറയുന്നത് ആ ഒരു കാര്യത്തെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകുവാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ തർക്കങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ കടന്നു പോകുന്നതിന് പകരം നിങ്ങൾ സമാധാനം നിങ്ങളുടെ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. മറ്റുള്ളവർ പറയുന്നത് നമ്മൾ ഒരുപാട് നമ്മുടെ ഉള്ളിലേക്ക് ഏറ്റെടുക്കാതെ അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് സെൽഫ് ലവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നാണ് പ്രപഞ്ചം പറയുന്നത്. മറ്റുള്ളവരുടെ വാക്കുകളോ നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനോ ഉണ്ടെങ്കിൽ പൂർണ്ണമായി അതിൽ നിന്ന് ഒഴിവായി നിങ്ങൾ തന്നെ നിങ്ങളുടെ ആത്മബലത്തെ നിങ്ങൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുക പറയുന്നത് നിങ്ങൾക്കുണ്ടാകുന്ന പെയിൻ, ഇമോഷണൽ ആയിട്ടുള്ള പെയിനെ കൂടുതലും നിങ്ങൾ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുന്നത് വഴിയാണ് നിങ്ങൾക്കത് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വാക്കിനോ പ്രവർത്തിക്കോ നിങ്ങളിൽ അവസരം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൽ യാതൊരു വേദനയും ഇല്ലാതെ നിങ്ങൾ ലക്ഷ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഈ കാർഡിലൂടെ പറയുന്നത്. നിങ്ങളുടെ സറൗണ്ടിങ് എനർജി എന്താണ്? നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? ഫസ്റ്റ്, സെക്കൻഡ് ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഈ ഫസ്റ്റ് കാർഡാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്നേഹത്തോടും സന്തോഷത്തോടും നിങ്ങളൊരു ബ്ലെസ്സിങ് ഉള്ള ഒരു വ്യക്തിയായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാർഡാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ജ്ഞാനമുള്ള ഒരു വ്യക്തിയായിട്ടും അതുപോലെ തന്നെ സ്പിരിച്വൽ കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയായിട്ടും ചിന്തിക്കുന്നുണ്ട്. എന്ത് കാര്യത്തിൻ്റെയും ഒരു സൊല്യൂഷൻ നിങ്ങളുടെ പക്കലുണ്ട് എന്നവർ ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള വ്യക്തികൾക്ക് നിങ്ങളൊരു റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിട്ട് ഇവിടെ കാണുന്നുണ്ട്. 2 കാർഡും വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾ. ഓക്കെ, നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
1, 2 ഒരു കാർഡ് സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ ആ വ്യക്തി മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് അവർ ചില പദ്ധതിക്കായി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള എനർജിയെ മുൻനിർത്തി നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നതായിട്ടുള്ള കാര്യങ്ങളെയോ വിലയിരുത്തിക്കൊണ്ട് ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി അവർ ജ്ഞാനത്തോടെ അവരുടെ ഉള്ളിലുള്ള ആ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡ്യൂഷനോടുകൂടി അവർ കാത്തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാത്തിരിപ്പിനെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തിക്ക് ഇവിടെ ചില നഷ്ടങ്ങളെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്നുകിൽ ഫൈനാൻഷ്യൽ ലോസ്റ്റ്, അല്ലെങ്കിൽ ഇവിടെ ഫൈനാൻഷ്യൽ ലോസ്, അതല്ലെന്നുണ്ടെങ്കിൽ ശാരീരികമായോ മാനസികമായോ ഒരു അവഗണനയുടെ എനർജിയാണ് നിലവിൽ കാണുന്നത്. പക്ഷേ ഇത് താൽക്കാലികം മാത്രമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു അന്ധകാരം, ഒരു നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ സാന്നിധ്യം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരാൾ ചേസ് ചെയ്യുന്നതായിട്ടും ഒരാൾ ഇഗ്നോർ ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പരസ്പരം സപ്പോർട്ട് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരു ജേണിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിലവിൽ ഒരു അന്ധകാരം ബാധിച്ചിരിക്കുന്നു എങ്കിലും മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിലൊരു മാറ്റം സംഭവിക്കാം. പക്ഷെ താൽക്കാലികമായിട്ട് ഇതിലൊരു നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ സാന്നിധ്യം കാണുന്നുണ്ട്. ഓക്കെ, ഈ റീഡിംഗ് കാണുന്ന സമയത്ത് എപ്പോഴാണോ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ എത്തുന്നത് ആ സമയം മുതൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വലിയ മാറ്റം എന്താണ്? ഓക്കെ, 24 മണിക്കൂറിനുള്ളിൽ വരുന്ന മാറ്റം. അപ്പം നല്ല രീതിയിൽ പ്രപഞ്ചശക്തിയോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, ഒന്നാമത്തെ കാർഡാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന മാറ്റം എന്ന് പറയുന്നത് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു നീക്കുപോക്ക് വരുന്നതായി കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുന്നതായിട്ടും നിങ്ങൾക്ക് ഉയർന്ന ഒരു കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായും കാണുന്നുണ്ട്. മാത്രമല്ല ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുവാനും നിങ്ങൾ ആശങ്കപ്പെടുന്നതായിട്ടുള്ള ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജി നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഇതൊരു ജസ്റ്റിസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു. എന്ത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണോ അതിനെത് പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കോ നിങ്ങൾ കോൺഫ്ലിക്റ്റിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു മറുപടി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ മൾട്ടിപ്പിൾ 1 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു പുതിയ തുടക്കത്തിനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഇതുവരെ അനുഭവിച്ചതായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും ഒരു മാറ്റം, ഒരു പോസിറ്റീവ് മാറ്റത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, സാമ്പത്തികപരമായിട്ട് എന്ത് മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? സാമ്പത്തികപരമായി എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ദ മൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില രഹസ്യങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത്. ചില രഹസ്യ അറകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതായി കാണിക്കുന്നുണ്ട്. സാമ്പത്തികപരമായി ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതായിട്ടുള്ള ചില വ്യക്തികളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില സാമ്പത്തിക ഗ്രോത്ത് കടന്നു വരുന്നു. അത് പൂർവ്വകാലങ്ങളിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം, ചില ബ്ലെസ്സിങ് ആയിരിക്കാം, ചില ഗിഫ്റ്റുകളായിരിക്കാം. അത് സമ്പത്തിൻ്റെ രൂപത്തിൽ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ചില വ്യക്തികളുടെ സഹായത്താലായിരിക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ മൂണിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, യൂണിവേഴ്സൽ സപ്പോർട്ടാണ് വരുന്നത്. പ്രപഞ്ചത്തിൻ്റെ ആ ഒരു അനുഗ്രഹമായിട്ടാണ് നിങ്ങളിലേക്ക് ആ സാമ്പത്തിക എനർജി കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിലവിലെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരമായി മാറുമെന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, ഹെൽത്ത് പരമായി എന്ത് മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഹെൽത്ത് പരമായിട്ട്. ഓക്കെ, ആരോഗ്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പ്രപഞ്ചം എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ആൻസൈറ്റി, ഡിപ്രഷനിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ദൈവം നിങ്ങളെ രക്ഷിക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും നിങ്ങളിൽ നിന്നും ആ ഒരു നെഗറ്റീവിനെ കുടഞ്ഞു കളയുവാൻ തയ്യാറാകുമ്പോഴും നിങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ രോഗിയാണെന്നും എനിക്ക് ഈ പ്രശ്നങ്ങളുണ്ടെന്നും
ആവർത്തിച്ച് വരുന്നവരിടത്തും പോകുന്നവരിടത്തും കാണുന്നവരിടത്തും ഒക്കെ പറയുകയും സ്വയം ചിന്തിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി നമ്മൾ തന്നെ ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള ഒരു അറയ്ക്കുള്ളിലായി പോകുന്നു. ആ അന്ധകാരത്തിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം പറയുന്നു, നിങ്ങളുടെ ആ ഒരു കാർമിക് സിറ്റുവേഷൻ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നിങ്ങളത് റിപ്പീറ്റായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ രോഗത്തിൽ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും വളയപ്പെടും. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിലവിൽ നിന്നുള്ള എന്ത് അവസ്ഥയിലാണെങ്കിലും ഞാൻ പൂർണ്ണമായും ആരോഗ്യവാനാണ്, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു സക്സസ് ആണ്, എൻ്റെ ലൈഫിൽ ഞാനൊരു പ്രകാശമാണ്, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ആരോഗ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുടി മുതൽ നഖം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കട്ടെ. നമ്മൾ സ്വയം നമ്മളെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ദൈവത്തോട് നമ്മൾ നന്ദിയില്ലാത്തവരായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളോട് തന്നെ നന്ദിയുള്ളവരായിരിക്കുക എന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നുണ്ട്. ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്നും പൂർണ്ണമായും നിങ്ങൾ റിലീസ് ആകുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഒരു ഗൈഡൻസ് ആണ്. ഒരിക്കലും ഇത് അവോയ്ഡ് ചെയ്യരുത്. നിങ്ങളുടെ ലൈഫിൽ വലിയൊരു നന്മയ്ക്കായി കാത്തിരിക്കാം. വരും സമയങ്ങളിൽ പ്രപഞ്ചം നിങ്ങൾക്ക് വലിയ അത്ഭുതങ്ങളെ കാണിക്കുമെന്ന് തന്നെയാണ് കാർഡുകൾ കാണിക്കുന്നത്. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ഈ ടാരോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.